ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല ആരോഗ്യത്തിനും വെയിറ്റ് ലോസിനും സഹായിക്കുന്ന ഒരു ലോ കാർബ് ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ എങ്ങനെ ഫോളോ ചെയ്യാമെന്നും അതും സിമ്പിളായ ഹെൽത്തി മീൽസ് ഉപയോഗിച്ച് ഒരു ദിവസത്തെ ഡയറ്റ് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നുമാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് വോം ക്യൂമിൻ സീഡ്സ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡൈജഷൻ സ്മൂത്ത് ആക്കാനും മെറ്റബോളിസം സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ഡ്രിങ്ക് കൂടിയാണ്. വെയിറ്റ് ലോസ് ജേർണി ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കായിട്ട് സ്ക്രീനിലെ കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. മോർണിംഗ് ഡ്രിങ്കിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് സോയ ഓട്സ് ഊത്തപ്പമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയ കൈപ്പിടി പാലക് കൂടെ ചേർത്ത് കൊടുക്കാം. പാലക്കിന് പകരമായിട്ട് സ്പിനാച്ചും എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഓനിയൻ, ടൊമാറ്റോ ഒക്കെയാണ്. എരിവിനാവശ്യമായ കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത എഗ്ഗ് മിക്സ് ഇനി ഒരു പാനിലേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വശം വെന്തു വന്നിട്ടുണ്ട്. ഇനി മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള പാലക് ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പാലക്ക് ന്യൂട്രിയൻസ് നിറഞ്ഞ ഒരു വെജിറ്റബിൾ ആണ്. കൂടെ പ്രോട്ടീനും എനർജിയും കിട്ടാൻ നമ്മളിവിടെ എഗ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ലോസ് ജേർണി ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. ഇനി ലഞ്ചിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പ്രോട്ടീൻസും ഫൈബറും അടങ്ങിയിട്ടുള്ള സോയ ഓട്സ് ഊത്തപ്പമാണ്. ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് റൈത്തയുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് സോയ നന്നായി ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഒന്നുകിൽ സോക്ക് ചെയ്തോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തോ ഓട്സ് എടുക്കാവുന്നതാണ്. ഇനി അല്പം ഫ്ലേവറിന് വേണ്ടി ഒരു ചെറിയ പീസ് ഇഞ്ചിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും ആവശ്യത്തിനുപ്പും ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത ബാറ്റർ ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായി വന്ന ദോശക്കല്ലിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ബാറ്റർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ടോപ്പിംഗായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്തതുമാണ്. പനീർ ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു വശം വെന്തു വന്നതിന് ശേഷം മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഒരു ഊത്തപ്പം കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരാൾക്ക് 2 ഊത്തപ്പം വരെ കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ലഞ്ച് ഫുഡായിട്ട് മാത്രമല്ല ഒരു ലൈറ്റ് ഹെൽത്തി ഡിന്നർ ചോയ്സ് ആയിട്ടും കഴിക്കാവുന്നതാണ്. സോയ നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. അതുപോലെ തന്നെ ഓട്സിൽ ഫൈബർ ധാരാളം ഉള്ളതിനാൽ വയറ് നിറഞ്ഞിരിക്കാനും അൺനെസസറി സ്നാക്ക് കുറയ്ക്കാനും സഹായിക്കുകയും ചെയ്യും. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പ്രോട്ടീനും ഫൈബറും ഉള്ള മീൽസ് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഹങ്കർ കൺട്രോൾ ചെയ്യാനും എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നതുമാണ്. ഇതിൻ്റെ കൂടെ ടിപ്പായിട്ട് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് റൈത്തയാണ്. എനിക്കറിയില്ലേ പോലും ഇത് മാത്രമായിട്ടും കഴിക്കാവുന്നതാണ്. ബീട്രൂട്ട് റൈത്തയുടെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.
ഇനി ഈവനിങ് ടൈമിൽ വിശപ്പ് വരുമ്പോൾ അൺഹെൽത്തി സ്നാക്സ് കഴിക്കുന്നതിന് പകരമായി ഹെൽത്തി ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് വെയിറ്റ് ലോസ് ജേണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്ത ചില സിമ്പിൾ ഹെൽത്തി സ്നാക്സ് ഐഡിയാസ് ആണ്. ലൈക്ക് ഓയിൽ ഫ്രീ വെള്ളപ്പക്കോട, റോസ്റ്റഡ് കടല, ഗ്രീൻ ആപ്പിൾ, ഗ്രീൻ ടീ, റോസ്റ്റഡ് മക്കാന, അനാർ, ബോയിൽഡ് എഗ്. ഹെൽത്തി ഓപ്ഷൻ നമുക്ക് സ്നാക്ക് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ പ്രോട്ടീനും ഫൈബറും ഉണ്ടായതുകൊണ്ട് തന്നെ വിശപ്പ് കൺട്രോൾ ചെയ്യാനും എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നതുമാണ്. ഇതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് പാലക് പാസ്തയാണ്. വെയിറ്റ് ലോസ് ഡയറ്റ് നോക്കുമ്പോൾ ഡിന്നർ ലൈറ്റായി കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഫുഡിന് പകരം സിമ്പിൾ ഹെൽത്തി മീല് ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് പാസ്ത അപ്രോക്സിമേറ്റ്ലി 180 to 200 കാലറി അടങ്ങിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. പാസ്ത ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഹെൽത്തി സോസ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കൈപ്പിടി പാലക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ലോ ഫാറ്റ് പനീർ കൂടെ ചേർത്ത് കൊടുക്കാം. പനീർ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വാൾനട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാൾനട്ട്സിന് പകരമായിട്ട് ആൽമണ്ട്സ്, കാഷ്യൂസ് ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് മിൽക്ക് കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് 2 ഗാർലിക് ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബ്ലെൻഡ് ചെയ്തെടുത്ത പാലക് സോസ് കൂടെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനൊപ്പം കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് ഒറിഗാനോടെ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി എരിവിന് ആവശ്യമായ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബോയിൽ ചെയ്തെടുത്ത പാസ്ത കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പാലക്ക് ന്യൂട്രിയൻസ് നിറഞ്ഞ വെജിറ്റബിൾ ആണ്. പനീർ നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് കൂടിയാണ്. പിന്നെ ഓയിൽസിൽ ഹെൽത്തി ഫാറ്റ്സ് കൂടി ആകുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഒരു പെർഫെക്റ്റ് ബാലൻസ്ഡ് ഫുഡ് കൂടിയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള പാലക് പാസ്തയുടെ തയ്യാറായിട്ടുണ്ട്. കുറച്ചുകൂടെ ക്രഞ്ചിനെസ്സിനായിട്ട് കുറച്ച് റോസ്റ്റഡ് വൈറ്റ് സെസമി സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാർബ് ഇൻടേക്ക് കുറച്ച് പ്രോട്ടീനും ഹെൽത്തി ഫുഡും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് ഒപ്പം പോർഷൻ കൺട്രോളും കൂടി ചെയ്താൽ വെയിറ്റ് ലോസ് ജേണി ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ആരോഗ്യത്തിനും സഹായിക്കുന്നതുമാണ്. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹാപ്പി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.